അല്ല, എൻ്റെ പേര് ഇവിടെ പലരും കൊലപ്പുള്ളിന്നും കൊടംപുള്ളിന്നും എല്ലാം പറയുന്നുണ്ട്. വല്ലാണ്ട് ചിരിച്ച മദ്യപാനത്തിൻ്റെ ചിരിയായി പോവും. ഞാൻ ഇന്ന് സിനിമ നടിയാണെങ്കിൽ പോലും ഞാൻ സ്റ്റേജ് ആർട്ടിസ്റ്റാണ്. അത് പറയുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. നിരവധി പതിറ്റാണ്ടുകളായി മലയാള സിനിമയുടെ ലോകത്ത് നിരവധി കഥാപാത്രങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിച്ച രണ്ട് പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യം കൊണ്ട് സമൃദ്ധമാണ് ഇന്നത്തെ ഈ വേദി. വേദിയിലേക്ക് ആദരപൂർവ്വം കുളപ്പുള്ളി ലീല ചേച്ചിയെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി. വ്യത്യസ്തതയുള്ള നിരവധി കഥാപാത്രങ്ങളിലൂടെ നാടകരംഗത്തും സിനിമാ രംഗത്തും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച, തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് അഭിനയത്തിൻ്റെ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച അമ്മയാണ് മലയാള സിനിമയ്ക്ക് കുളപ്പുള്ളി ലീല ചേച്ചി. എന്തായാലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഈ വേദിയിലേക്ക് എത്തിച്ചേരാൻ കാണിച്ച ആ നല്ല മനസ്സിനും നമ്മളെല്ലാവരും തല താഴ്ത്തി ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു, കടപ്പാടും അറിയിക്കുന്നു. ആദരവോടുകൂടി നമ്മുടെ പുറകിൽ സ്ക്രീനിൽ കാണുന്ന നിരവധി മുഖങ്ങൾ. വളരെ നമസ്കാരം, സന്തോഷം അമ്മ, ഹാപ്പി ന്യൂ ഇയർ. സുഖമായിട്ടിരിക്കുന്നു. ഈ അവാർഡ് വാങ്ങിക്കാൻ എത്തിയതിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് അമ്മയുടെ ചില ഡയലോഗുകളും ചില എക്സ്പ്രഷനുമാണ്. നിത്യേന ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. സന്തോഷം, താങ്ക് യു വെരി മച്ച്. ആരാണ് അവാർഡ് കൊടുക്കുന്നത്? തീർച്ചയായും അടുത്തതായി അവാർഡ് നൽകുന്നതിനായി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അമ്മയുടെ ചിരി കാണാൻ തന്നെ വളരെ ഹാപ്പിയാണ്. എത്രത്തോളം വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ള അതി എനർജറ്റിക് ആയിട്ടുള്ള ചിരിയാണ്. നമ്മളെ നോക്കി ഇങ്ങനെ എത്രത്തോളം ഹാപ്പി ആയിട്ട് ആ ചിരി നല്ലവരും കേൾക്കട്ടെ. വല്ലാണ്ട് ചിരിച്ച മദ്യപാനത്തിൻ്റെ ചിരിയായി പോവും. ഫുൾ ഓൺ പവർ. സോ നൗ ടു പ്രസന്റ് ദി അവാർഡ്, വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു ശ്രീമതി സരിത ഗിരീഷ്, മാനേജിംഗ് ഡയറക്ടർ മെറാക്കി വിമൻസ് ഫാഷൻ ത്രിപ്രയാർ. പുരസ്കാരം സമർപ്പിക്കുന്നതിനായി ശ്രീമതി സരിത ഗിരീഷിനെ ഏറ്റവും സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗോൾഡൻ റീൽസ് അവാർഡ്സ് 2023 ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള അവാർഡ് തന്നെയാണ് നമ്മൾ സമർപ്പിക്കുന്നത്. ഒരുപാട് ഹാർട്ട് വാർമിംഗ് ആയിട്ടുള്ള മൊമെൻ്റ് ആണ് നമ്മുടെ സ്വന്തം കുളപ്പുള്ളി ചേച്ചി വേദിയിൽ ഇങ്ങനെ ഇത്രത്തോളം പ്രസരിപ്പോടെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഹാപ്പിയാണ്, ദ ഓഡിയൻസ് ഹാപ്പിയാണ്. ആ ഒരു ചിരിയിൽ നമുക്ക് ഓൾറെഡി മനസ്സിലായി അമ്മ ഹാപ്പിയാണെന്ന്. വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. യെസ് മാം, പ്ലീസ് കം. നിങ്ങളെല്ലാവരെയും സാക്ഷി നിർത്തി 2023 ഈ നല്ല പുരസ്കാരം നിങ്ങളുടെ മനസ്സുകൊണ്ട് ഈ അമ്മയ്ക്ക് ഇന്നിവിടെ ഇപ്പോൾ സമ്മാനിക്കുന്നു. സമ്മാനം കൊടുക്കാൻ വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. സമ്മാനം മീൻസ് അഭിനയ മുഹൂർത്തങ്ങൾക്കുള്ള അവാർഡ്. ഇനിയും ഒട്ടേറെ കഥാപാത്രങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. വ്യത്യസ്തതയുള്ള നിരവധി മുഖങ്ങൾ ശബ്ദത്തിലൂടെയും അതേപോലെ തന്നെ കഥാപാത്രങ്ങളിലൂടെയും ഞങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കൺഗ്രാജുലേഷൻസ് പ്രിയപ്പെട്ട കുളപ്പുള്ളി ലീല ചേച്ചി. താങ്ക് യു വെരി വെരി മച്ച്. ഒരുപാട് ആശംസകളും സ്നേഹങ്ങളും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. യെസ് സർ. അപ്പോൾ ഇനി അമ്മയുടെ 2 വാക്കുകൾ കേൾക്കാനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഈ സ്റ്റേജിൽ ഇതിനു മുമ്പ് നാടകം കളിച്ച സ്റ്റേജാണ്. വർഷങ്ങൾക്ക് മുമ്പ് പടയൊരുക്കം എന്ന് പറഞ്ഞൊരു നാടകം. ഇന്നത്തെ സിനിമ എഴുത്തുകാരൻ ദിനേശ് പള്ളത്ത് അവരാദ്യമായിട്ട് എഴുതിയ നാടകമാണ് പടയൊരുക്കം. അതിനകത്ത് അഭിനയിച്ച ഷൈജൻ എന്ന് പറഞ്ഞ പയ്യൻ ഇവിടെ ഉണ്ട്. അതിലുള്ള കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇത്രയും വർഷമായതുകൊണ്ട് അതിൻ്റെ വർഷം ഓർക്കുന്നില്ല. എന്തായാലും 10-25 വർഷമായി. അപ്പം അന്ന് ഈ പെർമനൻ്റ് സ്റ്റേജല്ല, അതാത് സമയത്ത് കെട്ടുന്ന സ്റ്റേജാണ്. ഇത്രയുമുള്ള പരിപാടികളൊന്നുമില്ല. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഞാൻ ഇന്ന് സിനിമ നടിയാണെങ്കിൽ പോലും ഞാൻ സ്റ്റേജ് ആർട്ടിസ്റ്റാണ്. അത് പറയുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം ജീവിതത്തിന് സുഖവും സൗകര്യം എല്ലാം സിനിമയാണ്. പക്ഷേ നാടകം എന്ന് പറഞ്ഞാൽ അതൊരു കല വേറെ തന്നെയാണ്. നാടകം നാടിൻ്റെ അകം നമ്മൾ പുറത്തുള്ളവരെ കാണിക്കുന്നത് സിനിമയായാലും സീരിയലായാലും നാടകമായാലും എല്ലാം. അത് നമുക്ക് കട്ടും ടേക്കും ഒന്നുമില്ല, നമ്മൾ ഒറിജിനാലിറ്റി കാണിക്കണം. ആ ഒരു സ്റ്റേജിൽ നിന്ന് എനിക്ക് ഇതുപോലെ ഒരു അവാർഡ് വാങ്ങാൻ കഴിഞ്ഞതിൽ ഞാൻ സർവ്വ ജഗദീശ്വരന്മാരോടും നന്ദി പറയാണ്. പിന്നെ ഈ വൈകിയ സമയത്തൊന്നും പറയുന്നില്ല. എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ. പുതിയ ഒരു നല്ല വർഷമായിരിക്കട്ടെ
എല്ലാവർക്കും ഈ വരുന്നത് ന്യൂ ഇയർ സർവ്വ ജിഗിതേശ്വരന്മാരോടും നന്ദി പറയുന്നു. എൻ്റെ പേര് അല്ല, എൻ്റെ പേര് ഇവിടെ പലരും കൊലപ്പുള്ളിന്നും കൊടംപുള്ളിന്നും എല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ഞാനൊന്നും മാറ്റി പറയണില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ആർക്ക് കൊടുക്കണം എന്നറിയില്ല, ആരും വാങ്ങണില്ല. എന്നാൽ ഞാൻ കൊണ്ടുപോവാം അല്ലേ? സിനിമയിൽ നമ്മൾ കണ്ട് ചിരിച്ചിട്ടുള്ള അമ്മത ലൈവായിട്ട് സ്റ്റേജിലെ തമാശ പറഞ്ഞ് പിന്നെ നമ്മളെ ചിരിപ്പിച്ചിരിക്കുകയാണ്. ഒരുപാട് സ്നേഹവും സന്തോഷവും ഒരിക്കൽ കൂടി അറിയിക്കുന്നു.